ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ 2.5 കോടിയിലധികം ആളുകൾ അധികമായി വോട്ട് ചെയ്തു എന്നുള്ളൊരു കണക്ക് വരികയാണ്. വളരെ അലാമിംഗ് ആയൊരു സംഗതിയാണ്. കഴിഞ്ഞ ദിവസം CPIMLൻ്റെ നേതാവ് ദീപാങ്കർ ഭട്ടാചാര്യ പുറത്തുവിട്ട ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതായത് SIRൻ്റെ നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ചതിന് ശേഷം ബീഹാറിലെ വോട്ടേഴ്സ് ലിസ്റ്റിലെ കണക്ക് എന്ന് പറയുന്നത് 7,42,00,000 സെപ്റ്റംബർ 30 പുറത്തുവിട്ട കണക്കുകളാണ് ഇത് സ്ഥിരീകരിക്കുന്നത്. അതുപ്രകാരം ഉള്ള വോട്ടേഴ്സ് ലിസ്റ്റ് നിലനിൽക്കെ രണ്ടാം ഘട്ട പോളിംഗിന് ശേഷം പുറത്തുവിട്ട ECയുടെ പത്രക്കുറിപ്പിൽ പറയുന്നത് 7,45,00,000-ലധികം ആളുകൾ വോട്ട് ചെയ്തു എന്നാണ്. അതിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള പവനാണ് ഇത് പുറത്തുവിട്ടിട്ടുള്ളത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടന്ന 11-ാം തീയതി സ്വാഭാവികമായിട്ടും പോളിംഗ് നടപടിക്രമങ്ങൾ കഴിഞ്ഞതിന് ശേഷം പുറത്തുവിട്ട കണക്കായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഡാറ്റ ഈസ് പ്രൊവിഷണൽ ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് സർവീസ് വോട്ട്സ് ആൻഡ് സർവീസ് വോട്ടേഴ്സ്, പോസ്റ്റൽ ബാലറ്റ്സ് എക്സെട്ര. അതായത് ഇതിലും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും പൊട്ടൻഷ്യലി, അതാണ് അവർ പറഞ്ഞു വരുന്നത്. അപ്പോൾ SIR നടപടിക്രമങ്ങൾക്ക് ശേഷമുള്ള 7,42,00,000 എന്ന് പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റിലെ നമ്പറിനേക്കാൾ അധികം ആളുകൾ 3 ലക്ഷം അധികം ആളുകൾ വോട്ട് ചെയ്തു എന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ പത്രക്കുറിപ്പിൽ പറയുകയാണ്. ഇനി വേറൊരു പ്രശ്നം കൂടിയുണ്ട്. സാധാരണഗതിയിൽ പോളിംഗ് ശതമാനം തീരുമാനിക്കുന്നത് ആകെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ആളുകളിൽ എത്ര പേർ വോട്ട് ചെയ്തു എന്ന കണക്കാക്കിയിട്ടാണ്. അതായത് 66.91% എന്ന് പറയുന്നത് ഏത് കണക്കിൻ്റെ ശതമാനക്കണക്കാണ് എന്ന് വ്യക്തതയില്ല. കാരണം SIR നടപടിക്രമങ്ങൾക്ക് ശേഷം 7,42,00,000 ആയിരുന്നു ബീഹാറിലെ വോട്ടർമാരുടെ കണക്കെങ്കിൽ അതിൻ്റെ 66.91% എന്ന് പറയുന്നത് 4,91,00,000 അല്ലാതെ 7,45,00,000 അല്ല. സ്വാഭാവികമായിട്ടും ഒബ്വിയസ്ലി ഇത് അധികരിച്ച് വരാൻ പാടില്ല. അപ്പോൾ ജ്ഞാനേഷ് കുമാറിന് കണക്കറിയാഞ്ഞിട്ടാണോ ഇന്ത്യയിലെ മറ്റു മുഴുവൻ ജനങ്ങൾക്കും കണക്കറിയാഞ്ഞിട്ടാണോ എന്നുള്ളത് വ്യക്തത വരേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്രാവശ്യം ബ്രസീലിൽ നിന്നാണോ അർജൻറ്റീനയിൽ നിന്നാണോ കൊളംബിയയിൽ നിന്നാണോ ഫിലിപ്പീനിൽ നിന്നാണോ എവിടെ നിന്നാണ് ആളുകൾ അധികമായി വോട്ട് ചെയ്യാൻ വന്നതെന്നും അറിഞ്ഞാൽ കൊള്ളാം. ചുരുക്കി പറഞ്ഞാൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആശങ്കകൾ, ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, SIR സംബന്ധിച്ചിട്ടുള്ള കൺസേണുകൾ, വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട ആരോപണം, ഇതെല്ലാം ശക്തിപ്പെടുത്തുന്ന ഒരു കണക്കാണ് വന്നിട്ടുള്ളത്. വേറൊന്നുമില്ല, ഈ 66.91% എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു ഇലക്ട്രൽ ലിസ്റ്റിൻ്റെ ശതമാനക്കണക്കായിരിക്കണം. ആ ഇലക്ട്രൽ ലിസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടത് പ്രകാരം, അതായത് സെപ്റ്റംബർ 30 പുറത്തുവിട്ടത് പ്രകാരം 7,42,00,000 എങ്ങനെ വന്നാലും കണക്കങ്ങോട്ട് ശരിയാവണില്ല. കണക്ക് ശരിയാവണില്ല ജ്ഞാനേഷ് സാറേ.